ലൈറ്റിംഗ് ഒക്കെ ഇതെന്താ? ഇതിപ്പോ 3 ഷീപ്പുള്ള എല്ലാം കൂടെ ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാം ലൂർ ചെയ്ത് കിട്ടും. ഇതൊരു മറ്റേ എന്താ ഫിഷിങ് ചെയ്യണ സാധനം. പിന്നെ ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് ഫുഡ് ഫാം. ഇത് കുക്കഡ് ചിക്കൻ കിട്ടും. 2 ചിക്കൻ കുക്കായി ഇരിപ്പുണ്ട്. ഇതെങ്ങനെ വർക്കാണെന്ന് വെച്ചാൽ ഈ ചിക്കൻസ് ഒക്കെ ഉണ്ടല്ലോ, അവര് മുട്ടയിടും. മുട്ടയിട്ട് കഴിയുമ്പോ ഡിസ്പെൻസർ അത് പിക്ക് ചെയ്തിട്ട് അത് പൊട്ടിക്കും മുട്ട. അപ്പൊ ചിക്കൻ സ്പോൺ ആയിക്കഴിഞ്ഞാൽ അത് വലുതാവുമ്പോ അത് ഈ ലാവയിൽ വീണ് വലിച്ച് ഇതിനകത്ത് കുക്കായി കിട്ടും. എന്ന് പറഞ്ഞാൽ കൗ ഫാമാണ്. അപ്പൊ നമ്മുടെ അയൺ ഫാം, ഇതാണ് നമ്മുടെ അയൺ ഫാം. ഇത് 100% വർക്കിംഗ് ആണ്. പെട്രോൾ പോയി കാണിച്ചു കൊടുക്കാം. ഈ അയണ് നിങ്ങൾ കൊണ്ടുപോയായിരുന്നോ നേരത്തെ? ഞാൻ കുറെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെന്ന് പറയുന്നത് ഇതാണ്, ഞാനൊരു ട്രിബ്യൂട്ട് പോലെ ഉണ്ടാക്കിയിട്ടാണ് ഈ 3 കല്ല്. കുളത്തിന് 3 ബ്ലോക്ക് വീതിയുണ്ട്. ഇതിനകത്ത് നടക്കം ചെയ്യാം. ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് വർക്കാണെങ്കിൽ നമ്മൾ ഈ ക്യാറ്റിനെ ഒരു 5 എണ്ണത്തിന് ആ ടേം ആക്കി എടുക്കണം. ഞാൻ 2 ടേം ആക്കിയിട്ടുള്ള സ്നേക്ക് സ്ട്രീം ഫാം കൂടി ആയിരുന്നു. അത് ചത്തോടും. പിന്നെ ഷുഗർ കെയിൻ ഫാം. ഈ ഷുഗർ കെയിൻ ഫാം, ഈ കൗ ഫാം, പിന്നെ ഈ ചിക്കൻ ഫാം ഞാൻ 1 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒറ്റ ദിവസം കൊണ്ട്. പക്ഷെ അധികം നേരം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. അവസാനമായിട്ട് ഉണ്ടാക്കിയ ബിൽഡാണല്ലോ ഇത്. ഇത് എഫിഷ്യന്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാനത് നോക്കിയിട്ടില്ല. ഇത് അധികം നേരം വർക്കാക്കിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നെസറിലൊക്കെ പോയിട്ട് കാണിച്ചു തരാവാ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോവാ. അവൻ നെസറിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും നമ്മുടെ കൂട്ടുകാരന്റെ വീടാ. നമുക്കിവിടെ 10-20 ബോട്ടുണ്ട്. നിങ്ങക്ക് കാണാലോ, ഇതെല്ലാം എന്റെ ബോട്ടാ. ഞാൻ ചില സമയത്ത് നെസറിൽ ലിങ്ക് ചെയ്യാനൊക്കെ ഈ വഴി വന്നിട്ടുണ്ട്. ഇവ ഞങ്ങൾക്ക് കയറിയിരിക്കണം. ഞാൻ വരുമ്പോ ഓരോ ബോട്ട് ക്രാഫ്റ്റ് ചെയ്യും, ഇവിടെ കൊണ്ടിടും, തിരിച്ച് വേറെ വഴിയായിരിക്കും പോണത്. വരും പോകും അത്ര. ഇത് നമ്മളെ വേറൊരു നമുക്ക് എന്തായാലും കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവാം. അവന്റെ ഒരു പെറ്റ്. അപ്പൊ ഇത് അവൻ പോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്റെ വീട് നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറി കാണിച്ചു കൊടുക്കാം. ഒരു മിനിറ്റ്. അത് ഞാൻ എനിക്കറിഞ്ഞൂടാ ആരെ വെച്ചത്. ഒന്നുകൂടി കേൾക്കോ. ഇത് നമ്മുടെ അടിമക്കണ്ണന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് കൂട്ടുകാരനോട് എടുത്തത്. ഈ വേൾഡിലെ ആദ്യത്തെ പിക്കാക്സ് വല്ലതാണോ? അതെ ആണെന്ന് തോന്നുന്നു. അതെ ചെക്കായിട്ടാണ് കളിച്ചിരുന്നത്. വേറെ 2 പേരും ഞങ്ങൾ 2 പേരും. ഞങ്ങൾ 2 പേരും ഒരു വീട് വെച്ചിട്ട് സുഖമായിട്ട് കളിക്കുന്നത്. മെയിനായിട്ട് ഞങ്ങൾ 4 പേരുണ്ടെങ്കിലും ഇതെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞ ഡ്രസ് മാറാനുള്ള സ്ഥലമാണ്. ഇതിനെ കയറി ഡ്രസ് മാറുന്ന മാറാൻ ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ മാറണില്ല. അപ്പൊ എന്തായാലും നമുക്ക് വീടിന്റെ അകത്ത് ഇത്രേ ഉള്ളൂ. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇവിടെ ഒരു ബ്ലോക്ക് ഒക്കെ പോയിട്ടുണ്ട്. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. ആദ്യം ചോദിക്കണം നീ കുഴിയൊക്കെ എന്താ? അതൊന്നും എനിക്കറിയില്ല. ഞാനിത് വർഷങ്ങളെ ഈ വീഡിയോ കൊണ്ടാക്കി. ഇത് നമ്മുടെ കൂട്ടുകാരുടെ സ്റ്റോറേജ് ഏരിയയാണ്. ഞാനിതിൽ പണിയെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഈ ഇതൊക്കെ സപ്ലൈ ചെയ്ത് ഞാനാ. ഈ ഫുഡൊക്കെ സപ്ലൈ ചെയ്തതിനകത്ത് ഈ സ്റ്റോറേജ് ചെസ്റ്റിന്റെ. പക്ഷേ ഇത് ഡയമണ്ട് ആർമർ ഞാൻ എടുത്തിട്ടോട്ടെന്നാ ആരുടെ അല്ലെങ്കിൽ എന്ത് വൈബല്ലേ ഈ സ്ഥലം.
ആ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് എന്തായാലും സ്റ്റോറേജ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണോ? ആ ആ ഇത് സത്യം പറഞ്ഞാൽ ഞാനിത് കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഗ്രൈൻഡിങ്ങിന് വേണ്ടി. എങ്ങനെ? ഈ കൊടുത്ത ഫുഡൊക്കെ ഞാനാ കൊടുത്തത്, സപ്ലൈ ചെയ്ത ഞാനാ. ഒരു ബോർഡ് എഴുതി ഇവിടെ വെക്കാം, റിജി വീടിന്റെ ഐശ്വര്യം. അതൊന്നും എഴുതൂല അവൻ. നന്ദി കേട്ടവനെ. ഡയമണ്ട് ആർമർ ഇത് അമ്മരുണ്ടാക്കിയതാണ്. അവന്മാരുണ്ടാക്കിയതാണ്. ഒരു കാര്യം നീ അങ്ങോട്ട് എടുത്തിട്ട് എന്തായാലും വീഡിയോ പോയി കാണാൻ പറയട്ടെ. ശരിയാ, വാളെടുത്തു കൊടുക്കും. ഇത് എൻജാനഡ് ആണല്ലോ. അല്ല, ബൂട്ട് എൻജാനഡ് അല്ല. ചാൻസ് ഉണ്ട് കേട്ടാ. ഈ വേൾഡില് വേറെ ട്രേഡിംഗ് കോൾ ഉണ്ടോ? എൻജാൻമെന്റ് സെറ്റപ്പാ. എന്റെ അവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ. എടാ ഒരു ഇൻറ്റ്, ഈ ബെഡിന്റെ സംഭവം എന്താ? ഈ സ്റ്റോറേജിന്റെ നടുക്ക് 4 ബെഡ്. അത് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ കളിക്കാൻ പഠിച്ച വീട്ടിൽ ഈ സ്റ്റോറേജിലാണ് കിടന്നു. അതിന്റെ ട്രിബ്യൂട്ട് ആയിട്ട് വെച്ചേക്കണേ. ഓ അങ്ങനെ ഓർമ്മകൾ. ജസ്റ്റ് ഒന്ന് നോക്കരുത്. ഞങ്ങൾ 4 പേരുണ്ടല്ലോ, 4 പേർക്ക് ജസ്റ്റ് ഒന്ന് വരുമ്പോ കിടക്കാനായിട്ട്. അപ്പൊ നിങ്ങള് ഫസ്റ്റ് ബെഡിൽ എല്ലാരും സ്റ്റോറേജിലാണ് കിടന്നേച്ചേ? അതെ അതെ, ഫസ്റ്റ് ബെഡിൽ ഫുൾ സ്റ്റോറേജ് ആണ്. ഹൗസ് ഉണ്ടാക്കിയത് ഒരുത്തം വന്ന് പറഞ്ഞ കൊണ്ടുവന്നിട്ട് സ്റ്റോറേജ് കഴിക്കണ്ട. അതുകൊണ്ട് ഹൗസ് ചെറിയ ഹൗസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സീസണിൽ ആരും അങ്ങനെ ഞാൻ കളി പഠിച്ച എനിക്ക് ബ്ലോക്ക് പോലും പൊട്ടിക്കാതെ സമയം വരുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ ഷുഗർ കീനൊക്കെ മത്തിക്കൊണ്ടുള്ള സ്ഥിരമായിട്ട്. അപ്പൊ മത്തല് പരസ്പരമാണല്ലേ? ഞാൻ മത്തല് എന്ന് പറഞ്ഞാൽ അങ്ങനെ മത്താറില്ലേ. ഇതാണ് അവൻ കുഞ്ഞു പോലെ കൊണ്ട് നടക്കണ മക്കള്. ഇതിന് കാര്യമൊന്നും സത്യം പറഞ്ഞാൽ നിറഞ്ഞിരിക്കണായിരുന്നു ഇവിടെയൊക്കെ. ഞാനൊന്നൊരു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാൻ തന്നെ ഒരു കാരണം അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. പറഞ്ഞോളൂ. എന്ന് പറഞ്ഞാൽ ഞാനന്ന് വിശന്ന് കളഞ്ഞപ്പോ ഇവിടെ കുറച്ച് ഷീപ്പിനെ ഞാൻ കൊന്നു, കൗവിനെയും കൊന്നു. വീട്ടിൽ ഫുഡ് ഒന്നും ഇല്ലാണ്ട് പട്ടിണിയായിരുന്നു ആ സമയത്ത് ഞാനങ്ങനെ ചെയ്തത്. ഉപൻ എന്നെ കൊന്നു കളഞ്ഞു. രണ്ടുപേരും കൂടി എന്നെ കൊന്നു കളഞ്ഞു. ഞാൻ ഫുഡ് കട്ട് ചെയ്യുന്നു, 2 പേരും കൂടിയാ കൊന്നു തന്നെ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തിന്നണ്ടേ ഗോൾഡൻ ക്യാരറ്റ് തിന്നോളൂ. 2 ദിവസം ഞാൻ പട്ടിണി കിടന്നിട്ടാണെങ്കിലും എന്റെ ട്രെയിനിങ് ഹാളിൽ ഒറ്റ വില്ലേജിലുണ്ടെങ്കിലും ഞാൻ ഗോൾഡൻ ക്യാരറ്റ് ഒപ്പിച്ചു. അത്രയും വേർപ്പാണ് ഈ കയ്യിലിരിക്കണത്. അതെ, ആ സമയത്ത് എന്റെ ഒരു കളിക്കാരുടെ മെന്റാലിറ്റി ആയിരുന്നു. ഇത് ഇവന്റെ സ്റ്റോൺ ജനറേറ്റർ ഇങ്ങനെ ലാഭമേത്തേക്ക് ഇതാണോ? നമുക്ക് ചെലപ്പോ തന്നെ മനസ്സിലാവും അതിന്റെ ഒരു എത്രത്തോളം അത് മൈൻഡ് ചെയ്തിട്ടുണ്ടെന്നേ നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഭീകരത. പിന്നെ ഇതിങ്ങനെ പോയി നീ അറ്റം കാണാൻ പറ്റണ്ട നിനക്ക്? ഇല്ല, എന്റെ ലോഡാവുള്ള അറ്റം. നീ നടന്നു നോക്ക്. ഇതിന്റെ എൻഡിലോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇന്ന് പോയി നോക്കാം നമുക്ക്. എന്റെ വരെ ഒരു വീഡിയോ എടുക്കേണ്ടി വരും. എന്റെ തെറ്റി. പക്ഷേ ഇവിടെ എവിടെയോ ഒരു ചെസ്റ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്റേതാ, ഇവിടെ ലൈറ്റ് ചെയ്തിട്ടില്ല. ശരി, നിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ ഉണ്ടല്ലോ. ഇവിടെ എവിടെയാണെന്നറിയോ ഇവിടെ ചെസ്റ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഫ്രണ്ടി പോ, വഴി അറിയില്ലേ? ഇതിലിപ്പോ ഒരു ഗുഹക്കാരോട്ട് കയറിക്കുന്നത് എന്തായാലും വഴിയിട്ട് പോകും. ഞാൻ പോണില്ല അല്ലേ? ഞാൻ ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല. എനിക്ക് പിന്നെ ഫൈനിങ് പണ്ടേ കണ്ടുകൂടാ. അതല്ലേ ഞാൻ ഒരിക്കലും റൈഡ് ചെയ്ത് ഒപ്പിക്കാത്തത് ഡയമണ്ട് ആർമർ. ഇവരുടെ ഈ 4 പേരിലെ ഒരാള് ഞാനായിരുന്നു ഗൈസ്. ഈ ബേസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തത് ഞാനും വേറൊരുത്തനുമാണ്. പിന്നെ ഞാനും വേറൊരുത്തനും കൂടിയാണ് അവിടുത്തെ ബേസ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഇട്ടത്. പക്ഷെ ബിൽഡ് ചെയ്ത് ഞാനാണ്. അവനതിന് മുമ്പേ പോയി വരാന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ വന്നിട്ടേ ഇല്ല. പിന്നെന്ന് പറയുമ്പോ ഈ ആർമർ ഇവൻ എനിക്ക് മറ്റവൻ എന്റെ ബേസിൽ നിന്ന് ഒപ്പിച്ചാണെന്ന് തോന്നണം. കാരണം അതിന്റെ
ബൂട്ടിൽ മാത്രം എൻജോയ്മെന്റ് ഇല്ല, അതെ എന്റെയും ബൂട്ടിൽ മാത്രം എൻജോയ്മെന്റ് ഇല്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് മാത്രം ഈ വില്ലേജർമാർ വിൽക്കണില്ല, അപ്പൊ അത് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പൊ മേടിക്കാൻ ചാൻസ് ആണ് കൂടുതലും. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് വന്നപ്പോഴേ ഡയമണ്ട് ആർമർ ഇവന്റെ പൈസയൊക്കെ കണ്ടത്. ഞാനും ആദ്യമായിട്ടാ കാണുന്നത്, അത് വേറെ കാര്യം. അതെ, ഞാൻ കുറെ നാളെ കേറിയിട്ട് ഇവൻ ഇത്രയൊക്കെ സെറ്റപ്പ് ആയെന്ന് ഇവന് സീക്രട്ട് ആയിട്ട് കളിക്കണ്ടെന്ന് അറിയൂടാ. അതെ കാര്യം, ഞാൻ ചോദിക്കാൻ പോണില്ല, എന്തേലാവട്ടെ അല്ലേ. അതെ ഞങ്ങളിനി ഇവിടെ കളിക്കുമെന്ന് പറയാൻ പാടില്ല. കാര്യം കളിക്കുന്ന വല്ലപ്പോഴും കളിക്കുള്ളൂ. നമുക്കിപ്പോ വേറൊരു സീരീസ് ഇപ്പൊ ഫോക്കസ് ചെയ്യാനുണ്ടല്ലോ. അതെ, അപ്പൊ എന്തായാലും നമ്മ അടുത്ത സീരീസിന്റെ വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അതെ, ബൈ ബൈ. പോയിക്കോ.